ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വീടുകളിലും നമ്മൾ ഈ പാത്രം കഴുകുമ്പോൾ ഈ സ്ക്രബ്ബർ ഉപയോഗിക്കും. അതിൻ്റെ ലിക്വിഡ് ഇത് ഉപയോഗിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇപ്പം ഇതേപോലെ ഉള്ള ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മളൊരു സ്ക്രബ്ബർ അതിനകത്ത് മുക്കി പാത്രം കഴുകി നമുക്ക് വീണ്ടും തിരിച്ചതിനകത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് കുറച്ചും കൂടെ ഡൈല്യൂട്ടായി അത് പെട്ടെന്ന് ദൂരം പോകും. നമുക്ക് സൗകര്യത്തിന് അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുള്ള കണ്ടെയ്നറുകൾ കാണും വീടുകളിൽ. അപ്പോൾ ഇതൊക്കെ ഫുഡൊക്കെ പാർസലായിട്ട് വരുന്ന കണ്ടെയ്നറുകളാണ്. ഇതും ഇങ്ങനെയുള്ള കണ്ടെയ്നറും കിട്ടും. അപ്പോൾ 2 സൈസിലുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ ഫിക്സ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കണം. ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ചെറിയ ഹോളിടുക. ഹോളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്ക്രബ്ബർ തിരിച്ചു വെക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളം അതിലേക്ക് അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. പിന്നെ അതിന് ശേഷമുള്ളത് ഇങ്ങനൊരു ചെറിയ ഒരു ലിഡ്, ഏതെങ്കിലും കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിബയുടെ ലിഡ് എടുത്തിട്ട് അത് അതിൻ്റെ പിന്നെ നമ്മൾ കഴിയുന്നതും ക്വിക്ക് ഫിക്സോ ഫെവിക്വിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഫിക്സ് ചെയ്ത് എന്നിട്ട് ആ ലിഡിലേക്കായിരിക്കണം നമ്മൾ ലിക്വിഡ് ഒഴിക്കുക. അത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ സ്ക്രബ്ബർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയ അംശം എടുത്തിട്ട് നമ്മൾ പാത്രം നമുക്ക് ഇഷ്ടാനുസരണം കഴുകിയിട്ട് തിരിച്ച് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെക്കാം. അപ്പം ആ ലിക്വിഡുമായിട്ട് നമുക്ക് മിക്സ് ആകാതെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കൃത്യ അളവിൽ തന്നെ ഓരോ തവണ പാത്രം കഴുകുമ്പോഴും നമുക്ക് ആ ലിക്വിഡ് നമുക്ക് മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈഡിലേക്ക് നമുക്ക് വെച്ചാൽ മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ലിക്വിഡിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ആ വെള്ളം മയം കൂടെ ചേർന്നിട്ടാണ് നമ്മളെടുത്ത് വെക്കുന്നത്. അപ്പം ഇത് എൻ്റെ സൈഡിലാണ്. ഇത് നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ആ ലിക്വിഡ് അതേപോലെ തന്നെ ഇരിക്കും. ഇതാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനൊരു സംവിധാനം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പം ഇതിനകത്ത് സംബന്ധിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ വെള്ളം വന്നപ്പോൾ ഇതിനകത്ത് നിറയുമ്പോൾ നിറഞ്ഞു. അതൊരു കുറച്ച് സമയം എടുക്കും, 2 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ കളയാം. ഇത് നമുക്ക് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ലൈക്ക് ചെയ്യുക.
വീഡിയോ ഷെയർ ചെയ്യുക, എനിക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഇതുവരെ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി.